ബാലരാമപുരത്തെ 2.5 വയസ്സുകാരി ദേവേന്ദുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ഒരു ജ്യോതിഷനെ ഇന്ന് രാവിലെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് ശംഖുമുഖം ദേവിദാസൻ എന്നറിയപ്പെടുന്ന പ്രദീപാണ്. മൂകാംബിക മഠം എന്ന പേരിലാണ് ആ വീടിനടുത്ത് ബോർഡ് വെച്ച് ഇവിടെയായിരുന്നു അദ്ദേഹം ജ്യോതിഷ പ്രവർത്തനങ്ങളൊക്കെ നടത്തിയിട്ടിരുന്നത്. രാത്രിയിലടക്കം ഇവിടെ പൂജകൾ നടത്തിയിട്ടുണ്ടെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. പൂജ നടത്തിയതിൻ്റെ പ്രസാദങ്ങൾ നമുക്ക് കയറി വരുമ്പോൾ തന്നെ കാണാൻ കഴിയും. ഇന്ന് രാവിലെ അടക്കം ഇവിടെ പൂജ നടന്നതിൻ്റെ ലക്ഷണങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഇന്ന് രാവിലെ ഈ പൂജയ്ക്ക് ശേഷമാണ് ഇയാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തതെന്ന് ഇതോടുകൂടി നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇന്നലെ പല പേരുടെയും അല്ലെങ്കിൽ പല ആളുകളെയും ഇന്ന് രാവിലെ വരെ ചോദ്യം ചെയ്യുമെന്നൊക്കെ പോലീസ് പറഞ്ഞിരുന്നു. പക്ഷേ ഇയാളെക്കുറിച്ച് ഒരു സൂചനയും പോലീസിന് അറിയില്ല. കാരണം ഇയാൾ രക്ഷപ്പെടാതിരിക്കാനുള്ള ഒരു സാധ്യത മുന്നിൽ ഒഴിവാക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഇത്തരമൊരു നിലപാട് പോലീസ് എടുത്തത്. അതിനുശേഷം നമ്മൾ നോക്കുകയാണെങ്കിൽ വലിയ ഹോമകുണ്ഡം നമുക്ക് അവിടെ കാണാൻ കഴിയുന്നുണ്ട്. അകത്ത് ഇന്ന് രാവിലെ അടക്കം പൂജ ചെയ്തതിൻ്റെയും തെളിവുകൾ, അവിടെ അകത്ത് വിളക്കടക്കം കത്തിച്ച് വെച്ചതിൻ്റെ ഒക്കെ നമുക്ക് ഇവിടെ കാണാൻ കഴിയും. പുറത്തൊരു വലിയ ഹോമകുണ്ഡം, ഒപ്പം തന്നെ അകത്ത് മറ്റൊരു ഹോമകുണ്ഡവും ഒക്കെ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ കഴിയും. ഇന്ന് രാവിലെ അടക്കം ഇവിടെ പൂജകളൊക്കെ നടന്നതിൻ്റെ എല്ലാ തെളിവുകളും നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. രാത്രിയിലടക്കം, അതായത് അർദ്ധരാത്രിയിലടക്കം ഇവിടെ പൂജകൾ നടന്നിട്ടുണ്ടെന്നാണ് അയൽവാസികളടക്കം നൽകുന്ന മൊഴി. ഇയാൾ അയൽവാസികളുമായി ഒന്നും അത്ര നല്ല ബന്ധത്തിലല്ല, വലിയ അടുപ്പമുണ്ടായിരുന്നില്ല. പക്ഷേ ഇവിടെ തെളിവുകൾ കൃത്യമായി തന്നെ രാത്രിയിലടക്കം പൂജകൾ നടക്കാറുണ്ട്. 2 വലിയ സ്പീക്കറുകൾ പുറത്തുണ്ട്. വലിയ പ്രഭാഷണങ്ങൾ അല്ലെങ്കിൽ വലിയ ഉച്ചത്തിലുള്ള പൂജകളൊക്കെ രാത്രിയും പകലുമായി ഇവിടെ നടക്കാറുണ്ടെന്ന് തന്നെയാണ് അയൽവാസികളൊക്കെ നൽകിയിരിക്കുന്ന മൊഴി. ഇവിടെ ഇങ്ങനെ ഒരു പൂജ നടക്കുന്നു അല്ലെങ്കിൽ ഇങ്ങനെ കാര്യങ്ങൾ നടക്കുമെന്ന് നേരത്തെ അറിയായിരുന്നു? അറിയാം, നേരത്തെ ഉണ്ട്. എൻ്റെ കൊച്ചിലെ ഇവിടെ പൂജ, പുള്ളി പുറത്ത് പോകും, ഇവിടെ വെച്ച് പൂജ ചെയ്യും. പകലൊക്കെ കാണാം, രാവിലെയൊക്കെ വരുമ്പം ഇങ്ങനെ ശബ്ദം കേൾക്കാം, അകത്തൊക്കെ നടക്കണ കേൾക്കാം. പൂജ സാധനങ്ങൾ കൊണ്ടുവരണ കാണാം, ഗണപതിയാകുമ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ സാധനങ്ങൾ കൊണ്ടുവരണ കാണാം. 35 വർഷം കൊണ്ട് ഇവിടെ താമസിക്കുകയാണ്. ഈ പൂജ അല്ലെങ്കിൽ ജ്യോതിഷമൊക്കെ തുടങ്ങിയിട്ട് എത്ര കാലമായി പുള്ളി? വളരെ നാളുകളാവും. നേരത്തെ ആരെങ്കിലും എന്തെങ്കിലും പരാതിയോ അല്ലെങ്കിൽ പുള്ളിയെക്കുറിച്ച് എന്തെങ്കിലും പരാതിയൊക്കെ ഉണ്ടായി? പരാതിയൊന്നുമില്ല, പിന്നെ ഇതുവരെ വന്നിട്ടില്ല. ഈ പരിസരവാസികളൊക്കെ ആയിട്ട് അയാൾ എങ്ങനെയായിരുന്നു? നല്ല ബന്ധത്തിലായിരുന്നു? പരിസരവാസികളുടെ നല്ല ബന്ധമൊന്നുമില്ല, ഒരു ഉയർന്ന ബന്ധമൊന്നുമില്ല. എന്തായാലും ദേവേന്ദുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ഇയാൾക്കുള്ള പങ്ക് അത് തന്നെയാണ് പോലീസ് ഏറ്റവും പ്രധാനമായും ഇപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണ് ഇയാൾക്കുള്ള പങ്ക്? ഏതെങ്കിലും ഇയാളുടെ നിർദ്ദേശപ്രകാരമാണോ ഇത്തരമൊരു കൊലപാതകം ഈ കേസിലെ 1-ാം പ്രതി നടത്തിയതെന്നാണ് ഏറ്റവും സുപ്രധാനമായി പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഇയാൾക്കെതിരെ നേരത്തെ ഈ ദേവേന്ദുവിൻ്റെ അമ്മ പോലീസിൽ പരാതി നൽകിയിരുന്നു. 30 ലക്ഷം രൂപ തട്ടിയെടുത്തതു എന്ന പരാതി നൽകിയിരുന്നു. എന്താവശ്യത്തിനാണ് ഇയാൾക്ക് പണം നൽകിയത്? അവർക്ക് നൽകാനുള്ള പണം എവിടുന്നാണ് ലഭിച്ചത്? അടക്കമുള്ള കാര്യങ്ങൾ പോലീസ് അന്വേഷിച്ച് വരികയാണ്. അതിൻ്റെയൊക്കെ അപ്പുറത്തേക്കാണ് കാര്യങ്ങൾ എത്തുമ്പോൾ നമുക്ക് ഈ ദേവേന്ദ്രൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ഇയാൾക്കുള്ള പങ്ക് എന്താണ് എന്ന് തന്നെയാണ് ഏറ്റവും സുപ്രധാനമായും പോലീസ് ഇപ്പോൾ അന്വേഷിക്കുന്നതെന്ന കാര്യം നമ്മൾ ഓർക്കണം. ഇതൊരു വീടാണ്, ഇയാളുടെ ആദ്യ ഭാര്യയുടെ വീടാണിത്. ആ വീടിന് മുമ്പിലാണ് ഒരു ആശ്രമം പോലെ കെട്ടി ഈ ഒരു പൂജ നടത്തുന്നതും അതോടൊപ്പം തന്നെ നിരവധി ആളുകൾ വരുന്ന തരത്തിലേക്കും ഇവിടെ നിരവധി ആളുകൾക്ക് ഇരിക്കാൻ പറ്റുന്ന തരത്തിലേക്കും ഒക്കെ ഇവിടെ ക്രമീകരണങ്ങളൊക്കെ ഒരുക്കിയിട്ടുള്ളത്. ഇപ്പോൾ 2-ാം ഭാര്യയ്ക്കൊപ്പമാണ് അയാൾ താമസിക്കുന്നത്. അവർ അകത്തുണ്ട്. ഇപ്പോൾ ഈ 1-ാം ഭാര്യ ഇവിടെ കുടുംബ വീടാണ്. ആ വീടിന് മുമ്പിലാണ് ഈ സജ്ജീകരണങ്ങളൊക്കെ ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. ഇവിടെ എത്തുന്ന ആളുകൾ പുറത്തു നിന്നുള്ള ആളുകളാണ് അധികവും ഇവിടേക്ക് എത്തുന്നത് എന്ന് തന്നെയാണ് അയൽവാസികളടക്കം നമുക്ക് ഈ നൽകിയിരിക്കുന്ന മൊഴി. ഇയാൾ ആദ്യം ട്യൂട്ടോറിയൽ കോളേജ് അധ്യാപകനായിരുന്നു. അതിനുശേഷം മുട്ടക്കച്ചവടമായിരുന്നു ഇയാൾക്കുണ്ടായിരുന്നത്. അതിനുശേഷമാണ് ഈ ജ്യോതിഷത്തിലേക്കും ഒക്കെ ഇറങ്ങിയിരിക്കുന്നത്. ഇയാളുടെ പേര് അത് മുട്ടപ്രദീപ് അല്ലെ മുട്ടസ്വാമി എന്നടക്കം ഇയാൾ അറിയപ്പെട്ടിരുന്നു എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. എന്തായാലും ഈ ജ്യോതിഷി ഇപ്പോൾ പോലീസ് പിടിയിലായിട്ടുള്ള ഈ ജ്യോതിഷിയെ പോലീസ് ചോദ്യം ചെയ്യുകയാണ്. ഈ മരണവുമായി ബന്ധപ്പെട്ട് ശംഖുമുഖം ദേവിദാസൻ എന്നറിയപ്പെടുന്ന ഇയാൾക്ക് കൊലപാതകവുമായിട്ട് എന്താണ് ബന്ധം? നേരിട്ട് ബന്ധമുണ്ടോ? ഇയാൾ ഏതെങ്കിലും തരത്തിലുള്ള ഉപദേശങ്ങൾ പോലീസിന് ഇവർ കുടുംബത്തിന് നൽകിയിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങളാണ് പോലീസ് സുപ്രധാനമായും അന്വേഷിക്കുന്നത്. എന്തായാലും മുട്ടസ്വാമി എന്നറിയപ്പെടുന്ന ഈ ശംഖുമുഖം ഗൗരിദാസൻ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു വരികയാണ്. പ്രദീപ് എന്നാണ് ഇയാളുടെ ഒറിജിനൽ പേര്. ആ പേര്
മാറ്റിയാണ് ഈ ശംഖുമുഖം ദേവിദാസൻ എടുക്കുന്നത്. അർദ്ധരാത്രിയിലടക്കം ഇവിടെ വലിയ ശബ്ദത്തിലുള്ള പൂജകൾ നടത്താറുണ്ട് എന്നാണ്. അതായത് ജ്യോതിഷം മാത്രമല്ല, വലിയ പൂജകൾ, ഈ ആഭിചാര ക്രിയകളടക്കം ഇയാൾ നടത്താറുണ്ടോ എന്ന കാര്യവും പോലീസ് ഇതിൻ്റെ ഭാഗമായി അന്വേഷിച്ചു വരികയാണ്. ക്യാമറാമാൻ PV രഞ്ജിത്തിനൊപ്പം രജീഷ് നരിക്കുനി, സി മലയാളം ന്യൂസ്, തിരുവനന്തപുരം. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം.